ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കാന്തല്ലൂർ കാഴ്ചകളുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. കാന്തല്ലൂരിലേക്കുള്ള ഈ ഒരു യാത്രാമധ്യേ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മറയൂരാണ്. മറയൂരിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ ചന്ദനമരങ്ങൾ, അതുപോലെ തന്നെ മറയൂർ ശർക്കര. ചന്ദനമരത്തിൻ്റെ ഗന്ധവും മറയൂർ ശർക്കരയുടെ സ്വാദം തേടിയുള്ള എൻ്റെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. മറയൂർ ചന്ദനമരങ്ങൾ എന്നത് ലോക പ്രസിദ്ധമാണ്. ഒരുപക്ഷെ എൻ്റെ ഇടതുഭാഗത്തായിട്ട് ഈ ഒരു കമ്പിവേലിക്കുള്ളിൽ കാണപ്പെടുന്നത് യഥാർത്ഥത്തിൽ ചന്ദനമരങ്ങൾ തന്നെയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും മികച്ച ചന്ദനമരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമായി നമുക്ക് മറയൂരിനെ കണക്കാക്കാം. ഇവിടുത്തെ പ്രകൃതി ഭംഗിയും അറ്റ്മോസ്ഫിയറും എല്ലാം തന്നെ ഇവക്ക് ഈ ചന്ദനമരങ്ങൾക്ക് വളരാൻ അനുയോജ്യമായ തരത്തിലാണുള്ളത്. ഇവിടുത്തെ ചന്ദനമരങ്ങൾ പോലെ തന്നെ ലോക ശ്രദ്ധ ആകർഷിച്ച മറ്റൊരു ഘടകമാണ്, മറ്റൊരു വസ്തുവാണ് ഇവിടുത്തെ ശർക്കരകൾ എന്നുള്ളത്. മറയൂർ ശർക്കര ഇന്ന് ലോക പ്രസിദ്ധമാണ്. മൂന്നാറിൽ നിന്നും കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിക്ക് മറയൂർ ടൗൺ എത്തുന്നതിന് മുൻപ് റൈറ്റിലോട്ട് ഒരു ചെറിയൊരു കാട്ടുപാത കാണാൻ സാധിക്കും. ഈ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മറയൂരിലെ തന്നെ ഏറ്റവും വലിയ ശർക്കര ഫാക്ടറി നമുക്ക് സന്ദർശിക്കാൻ സാധിക്കുന്നതാണ്. ഒരുപാട് ചെറുകിട യൂണിറ്റുകളായും വൻകിട യൂണിറ്റുകളായും വലിയ ഫാക്ടറികളായും ഒക്കെ ഇവിടെ ശർക്കരകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും വളരെ വിപുലമായിട്ടുള്ള രീതിയിലും വളരെ നീറ്റായിട്ടുള്ള രീതിയിലും ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത്. മറയൂരിൽ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നത് കേവലം ഒരു കേന്ദ്രത്തിൽ വെച്ചല്ല, ഇവിടുത്തെ ജനങ്ങളുടെ മെയിൻ ബിസിനസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി യൂണിറ്റുകൾ ഈ ഒരു ശർക്കര ഉൽപ്പാദനത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും വലുതായിട്ടുള്ളതും ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ളതുമായിട്ടുള്ള, അതായത് എക്സ്പോർട്ടിങ് മറ്റും നടത്താൻ വരെ പ്രാപ്തമായിട്ടുള്ള. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫാക്ടറികളെല്ലാം തന്നെ എല്ലാ ദിവസങ്ങളിലും പ്രോസസ്സിങ് നടക്കുന്നതല്ല. ചില ദിവസങ്ങളിൽ പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഈ ഒരു ശർക്കര ഉൽപ്പാദനം നടത്തുന്നതായിരിക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ പോകുന്ന ദിവസം ഒരു പക്ഷേ എനിക്കിത് കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. അവിടെ പോയി നോക്കിയാലേ നമുക്കറിയാൻ സാധിക്കുള്ളൂ. എന്തു തന്നെയായാലും നമുക്ക് മുന്നോട്ടേ പോയി നോക്കാം. അങ്ങനെ അവസാനം നമ്മൾ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന മറയൂരിലെ ശർക്കര ഫാക്ടറിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കാഴ്ചകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് കാണാം. ഈ കാണുന്നതാണ് ഈ ഒരു ഫാക്ടറിയുടെ പ്രവേശന കവാടം എന്ന് വിളിക്കുന്നത്. വളരെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു പ്രവേശന കവാടമാണിത്. ഇവിടുന്ന് ഉൾഭാഗത്തേക്കായിട്ട് ഒരുപാട് ചെറിയ ചെറിയ യൂണിറ്റുകളും മറ്റുമൊക്കെയാണുള്ളത്. എൻ്റെ നിർഭാഗ്യത്തിന് ഇവിടെ ഇന്ന് പ്രോസസ്സിങ് നടക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇവിടുത്തെ മെഷീനറികളും ഇവിടുത്തെ ബാക്കി കാര്യങ്ങളും നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ ഇവിടെ ശരിക്കും പ്രവേശനം പാസ് മുഖാന്തരം മാത്രമാണ്. ഇന്നിപ്പോൾ പ്രോസസ്സിങ് ഇല്ലാത്തതിനെ കൂടെ ഞങ്ങളിവിടെ ഒരു പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. ജസ്റ്റ് കയറി സാധനങ്ങൾ കണ്ടോന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കയറി കണ്ടു നോക്കാൻ തന്നെ. അപ്പോൾ ഇവിടെ കുറേ പ്രോസസ്സിങ് യൂണിറ്റുകളുണ്ട്. അതിലൊന്നാണ് ഈ കാണുന്ന യൂണിറ്റ്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മൾ ശർക്കര ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളെ കരിമ്പാണ്. അപ്പോൾ ആ കരിമ്പ് ആണ് അവർ പ്രോസസ്സ് ചെയ്ത് ശർക്കരയാക്കി മാറ്റുന്നത്. അപ്പോൾ അതിൻ്റെ മെഷീനറീസും എക്യുപ്മെൻറ്റ്സൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും പ്രോസസ്സിങ് നടക്കുകയാണ്. നമുക്കത് ശർക്കരയായിട്ട് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിർഭാഗ്യം കൊണ്ട് അത് കാണാൻ സാധിച്ചില്ല. എന്നാലും ഞാൻ മെഷീനറീസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരാം. വളരെ വലിയ മോട്ടറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മോട്ടർ പ്രവർത്തിക്കുന്ന വഴി കണ്ടല്ലേ, ഇതിൻ്റെ ഉള്ളിൽ കരിമ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കരിമ്പ് ഇവിടുന്ന് അത് പ്രസ്സായിട്ട് നീരായിട്ട് ഇതിലേ പോകും. ഈ ഡ്രോയറിലൂടെ അത് മുന്നോട്ടേ പോയിട്ട് അവിടെ വെച്ചിട്ട് അത് മറ്റ് കുറച്ച് പ്രോസസ്സിങ്ങിലൂടെ വിധേയമായതിനു ശേഷം അത് ശർക്കരയായിട്ട് കയ്യിലേക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ ഒരുപാട് മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രോസസ്സിങ് യൂണിറ്റാണിത്. അപ്പോൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടുത്തെ നമ്പറിലൊക്കെ ഒന്ന് വിളിച്ച് നോക്കിയിട്ട് വന്നാൽ മതി.
അപ്പോൾ കാന്തല്ലൂർ കാഴ്ചകളിൽ രണ്ടാമത്തെ കാഴ്ചയാണ് ഈ ഒരു മറയൂർ ശർക്കര ഫാക്ടറി എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ലക്കം വാട്ടർഫാൾ കണ്ടു, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തതാണ് ഈ ഒരു മറയൂർ ശർക്കര. ഇനി അടുത്തത് ഇവിടെ മുനിയറകളുണ്ട്, അതേപോലെ തന്നെ ആപ്പിൾ ഫാംസ്, അതായത് വെജിറ്റബിൾ ഫാംസ്, ഫ്രൂട്ട്സ് ഫാംസ് ഉണ്ട്, കുറച്ച് ഫാമുകളുണ്ട്. അതൊക്കെ എന്താ സ്ഥിതി അറിയില്ല, അവൈലബിൾ ആണോ, അപ്പം പഴങ്ങളും പച്ചക്കറികളൊക്കെ ഉണ്ടാവുമോ ഒന്നും അറിഞ്ഞുകൂടാ. ഇവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നതിനെ കൊണ്ട് നമുക്ക് പോയി നോക്കാം കാര്യങ്ങൾ എന്തൊക്കെയാണല്ലോ. അപ്പോൾ ഇനി അടുത്തത് നേരെ മറയൂരെത്തും, മറയൂരിൽ നിന്ന് കാന്തല്ലൂരേക്ക് എത്തണം. ചെറിയ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിത് എവിടെയാണുള്ളത് കേട്ടോ, ശർക്കര ഫാക്ടറി. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടെ ഇങ്ങോട്ടേ പോയിട്ട് അവിടുന്ന് കാന്തല്ലൂരേ പോകാം. നമ്മൾ ഏകദേശം ഇവിടെ നിന്നാണ് കട്ട് ചെയ്ത് കയറിയത്, ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ എത്തി. ഇതിലൂടെ പോകുന്നതിന് നേരെ ഇതിലൂടെ ഷോർട്ട് കട്ട് അടിച്ച് വന്നതാണ്. അപ്പോൾ നേരെ നമുക്കിനി പോകാനുള്ളത് കാന്തല്ലൂരേക്കാണ്. ഈ ശർക്കര ഫാക്ടറിയിലെ ഒരു കൗണ്ടർ യൂണിറ്റ് ആണ് കേട്ടോ അത്. ഇവിടെ കുറേ പ്രോഡക്ട്സ് ഇവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ശർക്കര ഹൽവ, ശർക്കര മുട്ടായി, അങ്ങനെ ശർക്കര കൊണ്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല ചന്ദനത്തൈകൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നിയമപരമായിട്ട് ചന്ദനത്തൈകൾ വാങ്ങാനും അത് വളർത്താനുമുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത് വാങ്ങി വളർത്തണമെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് ചന്ദനത്തൈകൾ വാങ്ങാവുന്നതാണ്. അപ്പോൾ അത് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേച്ചി ചന്ദനത്തൈക്കൊക്കെ എന്താ വില വരുന്നത്? ഒരു തൈക്ക് 100 രൂപയാ? ഓക്കെ. സാധാരണ ഒരു ചന്ദനം വളർന്ന് വലുതാണ് എത്ര വർഷം വേണ്ടി വരും അറിയാം? 40-45 കൊല്ലെടുക്കും അല്ലേ? അതാണ് ആരും വാങ്ങി വളർത്താത്തത്. ഇവിടെ വേറെ എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് ഉള്ളത്? അല്ല, ശർക്കരേൻ്റെ വേറെ കുറേ ശർക്കരേൻ്റെ ഹലുവ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലേ? ശർക്കര മുട്ടായി ഏടാ? ഇവിടുന്ന് വാങ്ങിയ ശർക്കര കേട്ടോ ഇത്. അപ്പോൾ ഇത് നോർമൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ശർക്കരയായിട്ട് എന്ത് വ്യത്യാസം അറിയാൻ വേണ്ടി ഒന്ന് കഴിച്ചു നോക്കിയാൽ എന്താ പറയുക, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്ന പോലുള്ളൊരു ഫീൽ വരുന്നുണ്ട്. ഞാൻ വെറുതെ തള്ളി വിടല്ല, നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര സോഫ്റ്റ്നെസ് ഉണ്ട്. നാട്ടിൽ ശർക്കരമായിട്ട് ഭയങ്കര കട്ടിയല്ല, അത് കണ്ടില്ല, ഇതാ ഇങ്ങനെ പൊടിക്കാൻ പറ്റുന്നുണ്ട്. കളഞ്ഞു പോകുന്നുണ്ട്, കുറച്ച് സങ്കടമുണ്ട്. അപ്പോൾ അത്രയും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ സാധനം, വെറുതെ വാങ്ങിക്കും. ഇവിടുന്ന് വാങ്ങിയ ശർക്കര കേട്ടോ ഈ കാണുന്നത്. ഇത് ശർക്കര മുട്ടായിയാണ് സംഭവം. ഒരു രക്ഷയില്ലാത്ത പ്രൊഡക്റ്റ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ശർക്കര എന്നാൽ ഒറിജിനൽ ശർക്കര എന്നല്ല, അത് എന്തൊക്കെയോ കെമിക്കലായിട്ട് കുത്തി കലക്കുന്ന സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് കഴിച്ച് നോക്കിയപ്പോൾ ആണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ബ്രില്യൻ, ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് വേറെ ലെവൽ സാധനമാണ്, രക്ഷയില്ല. ഇവർ സന്ദർശിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കും. കാരണം ഇത്രയും ദൂരം വന്നിട്ട് ഒരു 100, 150 അല്ലെങ്കിൽ ഒരു 50 രൂപ കൊടുത്ത് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, എന്തെങ്കിലും ഒന്ന് വാങ്ങി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാണ്ടേ. കിട്ടുന്ന ഐറ്റം തന്നെ ശർക്കര മുട്ടായി. ഈ ഒരു ശർക്കര ഫാക്ടറിയുടെ വിശേഷങ്ങൾ താൽക്കാലികമായിട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു, അതിനെനിക്ക് കഴിഞ്ഞില്ല. പ്രോസസ്സിംഗ് ഇല്ലാത്തത് വലിയൊരു തിരിച്ചടിയായിരുന്നു. എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു വിവരം പാസ് ചെയ്യാൻ പറ്റി. കാരണം നിങ്ങൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വിളിച്ച് ചോദിച്ച ശേഷം മാത്രം വരിക. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാമായിരുന്നു, പക്ഷേ ഞാൻ ചെയ്യുന്നില്ല. കാരണം നമുക്ക് തെറ്റ് പറ്റുന്നു നമ്മൾ പറഞ്ഞു തരണം. നിങ്ങൾക്കത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ള വ്ളോഗേഴ്സാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ യുഎസ് ശ്യാം വിശ്വാസ്.